സംസ്ഥാനത്ത് നിപയ്ക്കും ഷിഗല്ലയ്ക്കും പിന്നാലെ കോളറയും സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ട്. എന്നാൽ ആരോഗ്യ വകുപ്പിൽ ഇതു സംബന്ധിച്ച കടുത്ത ആശയക്കുഴപ്പം തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ 2 കോളറ കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് വാർത്താക്കുറിപ്പിൽ സ്ഥിരീകരിക്കുന്നു. എന്നാൽ ജില്ലയിൽ കോളറ ഇല്ലെന്നാണ് പാലക്കാട് DMO പറയുന്നത്. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് ചേരുകയാണ്. സച്ചിൻ, വിവരങ്ങൾ. സേതു, കഴിഞ്ഞ ദിവസമാണ് കോളറ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിനെ പാലക്കാട് DMO വിവരം അറിയിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ പരിശോധനകളെല്ലാം തന്നെ നെഗറ്റീവ് ആയിരുന്നു എന്നാണ് പാലക്കാട് DMO വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ 2 പേർക്കാണ് ഇത്തരത്തിൽ കോളറയുടെ ഒരു സാധ്യതകൾ കണ്ടത്. തുടർന്ന് അതിൽ ഒരാൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയെന്നും മറ്റൊരാൾ നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് നിലവിൽ DMO അറിയിക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ ഒരു റിലീസിന് വിപരീതമായ രീതിയിൽ തന്നെയാണ് പാലക്കാട് DMO പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം കോളറയുടെ കാര്യത്തിലും ആരോഗ്യ വകുപ്പിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മന്ത്രിയും കളക്ടറും 2 രീതിയിലുള്ള പ്രസ്താവനകൾ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോളറയുടെ കാര്യത്തിലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് പത്രക്കുറിപ്പിലൂടെ കോളറ പാലക്കാട് 2 പേർക്ക് സ്ഥിരീകരിക്കുമ്പോൾ പാലക്കാട് DMO 2 പേർക്ക് കോളറ ഇല്ല എന്ന പ്രസ്താവന തന്നെയാണ് നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു വിശദീകരണം തന്നെയാണ് പാലക്കാട് DMOയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത്. സേതു. ഓക്കെ സച്ചിൻ, ശരി. അപ്പം വിഷയത്തിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്.